ശരിക്കും സമ്പത്തിനെ ഏറ്റവും ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നവർ അതൊരു ചൈനീസ് ന്യൂമറോളജി പ്രകാരം വിൽ പവർ പ്ലെയിൻ എന്ന് പറയും. അപ്പോൾ ഈ 2 എന്നുള്ളത് ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയും. ഓരോ വർഷവും ഫ്ലൈയിങ് സ്റ്റാർ മാറിക്കൊണ്ടിരിക്കും. 2, 7, 6 ഈ 3 സംഖ്യകളുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ തുടങ്ങും. അതിൽ ആക്ഷൻ പ്ലെയിൻ എന്നൊരു എനർജി ഉണ്ട്. പക്ഷേ ഈ 8 എന്നുള്ളവർക്ക് വലിയ കടമ്പയുണ്ട്. ശ്രീ ന്യൂമറോളജിയിൽ സാമ്പത്തിക ഉയർച്ച അതുമായിട്ട് നമുക്ക് എന്തെങ്കിലും സൂചന കിട്ടുമോ? ഇപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ പറ്റൂ എന്ന് അത് സാറിനത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള എനർജീസ് ഉണ്ട്. അപ്പോൾ പൊതുവെ അത് ഡേറ്റ് ഓഫ് ബർത്തിലെ മുഴുവൻ ഡിജിറ്റ് നോക്കണം. ഇപ്പം അതൊരു ചൈനീസ് ന്യൂമറോളജി പ്രകാരം വിൽ പവർ പ്ലെയിൻ എന്ന് പറയും. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ 1, 5, 9 ഈ 3 സംഖ്യകൾ ഉണ്ടെങ്കിൽ ഓരോ പലതരത്തിലും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാം. ഈ 1, 5, 9 എന്നുണ്ടെങ്കിൽ വിൽ പവർ പ്ലെയിൻ എന്നാ പറയാം. ഒരു കാര്യം ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഒരു കഴിവ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചില ആൾക്കാർക്കൊക്കെ തുടങ്ങാനുള്ള കഴിവുണ്ടാവും, കണ്ടിന്യൂ ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ചിലവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതെ അതായിരിക്കും. വിജയിപ്പിക്കുക എന്നുള്ളത് വേറൊരു സംഭവമാണ്. അതിന് ഏറ്റവും ടോപ്പ് ലെവൽ. ഇത് 3 തരത്തിലുള്ള ഒരു കഴിവാണ്. അതായത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷമയും കാര്യങ്ങളും അത് അല്ലെ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് അതൊരു കഴിവാണ്. തുടങ്ങുക എന്നുള്ളത് ഒരു സ്വപ്നവും ആത്മഫലം ഉള്ള ആൾക്കാരാണ്. പിന്നെ അത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും അതിനെ ഒരു ഗുഡ് വിൽ ഉണ്ടാകണം, സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകണം. അങ്ങനെയൊക്കെയുള്ളത് ശരിക്കും മാർക്കറ്റിംഗ് ലെവലിലൊക്കെ ഹയറിൽ പോകുന്ന ആൾക്കാർക്കാണ് അത് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു ബിസിനസ്സിലൊക്കെ നമുക്ക് ഹൈപ്പിലേക്ക് പോകാൻ വേണ്ടി പറ്റുക. ഞാൻ സമ്പത്തിന്റെ കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ വിൽ പവർ പ്ലെയിൻ ഉള്ളത് ഈ 3 ഗുണങ്ങളുള്ള ആൾക്കാരാണ്. ഒരു കാര്യം തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയി വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും സാമ്പത്തികം ഉണ്ടാവും. പിന്നെ പൊതുവെ അതിൽ ആക്ഷൻ പ്ലെയിൻ എന്നൊരു എനർജി ഉണ്ട്. അതില്ലെങ്കിൽ തുടങ്ങാൻ പറ്റില്ല. അതിന്റെ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 7, 6 ഈ 3 സംഖ്യകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർ തുടങ്ങും. ചിലവർക്ക് അതേ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് തുടങ്ങാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, കണ്ടിന്യൂ ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു അങ്ങനെ ഓരോരോ കാര്യങ്ങളും നോക്കിയിട്ട് പിന്നെ 8 ഉണ്ടെങ്കിൽ പൊതുവെ അവർ സമ്പത്തിനെ നേടും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ 8 എന്നുള്ളവർക്ക് വലിയ കടമ്പയുണ്ട്. ശരിക്കും സമ്പത്തിനെ ഏറ്റവും ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നവർ 8കാർ തന്നെയാണ്. അതിന് സംശയമില്ല. ശനിയുടെ എനർജി അങ്ങോട്ട് ശക്തമായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ അവർ വളരെ കൃത്യമായിരിക്കണം കാര്യങ്ങൾ. ഇപ്പൊ ഒരു കാര്യത്തിന് ഇപ്പൊ ഒരു ബിസിനസ്സിനെ തുടങ്ങുന്നുണ്ട്, അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളും നിയമവശം ക്ലിയർ ആയിരിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് റെഡിയാണ്. എവിടെയാണ് ആ പേപ്പർ ക്ലിയർ അല്ല, നിയമപ്രകാരം അല്ലാത്ത കാര്യം ചെയ്യുന്നത്, അവിടെ പിടുത്തം വരും. അപ്പോൾ അതാണ് അവർക്ക് പരാജയം ഉണ്ടായി മാറുക. അതുപോലെ അവർക്ക് ഒരു അൺലക്കി ആയിട്ടുള്ള പേരൊക്കെ ആണെങ്കിലും അത് തന്നെ. പക്ഷെ ഇവർക്ക് ഭയങ്കര വിഷൻ ആയിരിക്കും. ഇവരെ പോലെ വിഷനുള്ള ആൾക്കാരുണ്ടാവില്ല. ഈ പ്രാക്ടിക്കലായിട്ട് ഇവിടെ എന്ത് നടത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, അതിനനുസരിച്ചുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരും ഈ പറഞ്ഞ പോലെ ആക്ഷനും ഇങ്ങനെയുള്ള കുറെ നമ്പേഴ്സ് അത് നോക്കിയാലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോന്നും ഓരോരോ തരത്തിൽ നമുക്ക് എൻഹാൻസ് ഉണ്ടാക്കാം. അപ്പൊ 2 എന്നുള്ളത് പൊതുവെ ചന്ദ്രനും എനർജിയാണ്, പ്രണയമാണ്, മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നതൊക്കെ പറയാം. അപ്പൊ ഇവർക്ക് സാമ്പത്തികം ഉണ്ടാവില്ലേ, അതിന്റെ വേറൊരു അർത്ഥമുണ്ട് അതിന്. ഒഴുക്ക് എന്നുള്ളത് വെള്ളം പോലെയാണ് പണം വരുന്നത്. ഒഴുക്കുണ്ടെങ്കിലേ നമുക്ക് പണം ഉണ്ടാവുള്ളൂ. ഇപ്പൊ എത്രമാത്രം ശക്തി ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് വലിയ ഒരു എൻജിൻ കറക്കണമെങ്കിൽ അതിന്റെ ഉള്ളില് കൃത്യമായിട്ട് ഗ്രീസോ അല്ലെങ്കിൽ ഓയിലോ ചെയ്തില്ലെങ്കിൽ എല്ലാം പിടുത്തായിരിക്കും അല്ലെ, ഒരു മൂവ്മെന്റും ഉണ്ടാവില്ല. അപ്പൊ കൃത്യമായിട്ട് എണ്ണ ഇടേണ്ട അതായത് അതിന്റെ ഗ്രീസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അത് ലോക്കായി പോകും. അപ്പോൾ ഈ 2 എന്നുള്ളത് ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒഴുക്കുണ്ടാവണം ജീവിതത്തിൽ. അതില്ല എങ്കിൽ സമ്പത്തിനെല്ലാം ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ എല്ലാ നമ്പറും ഉണ്ട്. അപ്പോൾ ഓരോ നമ്പർ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാലേ നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല എവിടെയാണ് അത് ബ്ലോക്ക് ഇരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പോകുന്നു, ഇപ്പൊ സാറ് പറഞ്ഞതിൽ അതുണ്ട്. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് ഇപ്പം സാറിനെ കൺസൾട്ട് ചെയ്യുവാണ്, എന്തായിരിക്കും സാറ് നിർദ്ദേശിക്കുന്നത്? എങ്ങനെയായിരിക്കും? ഇപ്പം ഞാനൊരു സാധാ ജ്യോതിഷനെ ചെന്ന് കാണുവാണെങ്കിൽ ചിലപ്പോൾ പറയും സമയം നോക്കണം, പൂജ ചെയ്യണം, അവർ ചിലപ്പോൾ മുഹൂർത്തം കാര്യങ്ങൾ ആ ഒരു ഇതിലായിരിക്കും. ഇപ്പം ന്യൂമറോളജി പ്രകാരമാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ന്യൂമറോളജി പ്രകാരം അവർക്ക് ഈ ഓരോരോ വർഷവും ഓരോരോ എനർജീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരാളുടെ പേഴ്സണൽ ഇയർ 9 ആണ് വരുന്നതെന്ന് കരുതുക. 9 വരുമ്പോഴേക്കും പല കാര്യങ്ങളും അവിടെ കൊണ്ട് അവസാനിപ്പിച്ച്
ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏത് കാര്യവും അവിടെ അവസാനിപ്പിച്ച് പുതിയ ഒന്നിലേക്കുള്ള പോക്കാണ്. അതുപോലെ 1ന്റെ എനർജി ഉണ്ട്, 2ന്റെ എനർജി ഉണ്ട്, 3ന്റെ എനർജി ഉണ്ട്. അങ്ങനെ ഓരോ എനർജി ഏത് കാലഘട്ടത്തിലൂടെയാണ് പോകുന്നതെന്നുള്ളതും ഇമ്പോർട്ടന്റ് തന്നെ. അത് ജ്യോതിഷന്മാർ മറ്റൊരു തരത്തിൽ നോക്കുന്നുണ്ട് എന്നുള്ളതും സത്യം തന്നെ. പിന്നെ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, അവർക്ക് ആ സംഭവം റെഡി ആവാം, അവർ ചെയ്യുന്ന ബിസിനസ് ഓക്കെ ആണോ. ഉദാഹരണത്തിന് ഒരു 4 എന്നുള്ള വ്യക്തി, അതായത് 4-ാം തീയതി ജനിച്ചവർ, 13-ാം തീയതി ജനിച്ചവർ, 22-ാം തീയതി ജനിച്ചവർ, 31, 3 + 1 4, ഇതൊക്കെ 4ന്റെ എനർജിയാണ്. അപ്പൊ ഇവർക്ക് ഒരു ഭക്ഷണത്തിന്റെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുകയാണ്, അവർക്ക് അത് മാച്ച് ആകില്ല. ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ ഈ ഭക്ഷണവുമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ ചെക്ക് ചെയ്യുന്ന കാര്യം ഇതാണ്, അവരുടെ ആ വർഷം നോക്കി രണ്ടാമത് ചെക്ക് ചെയ്യുന്ന ഇവർക്ക് ഇത് ആയിട്ട് യോജിക്കുമോ എന്നുള്ളതാണ്. അതായത് പിന്നെ ബിൽഡിങ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനൊക്കെ അനുകൂലമായിട്ടുള്ള എനർജിയാണോ, അല്ല ഇവർക്ക് ഫുഡാണോ നല്ലത്, അല്ല കലാരംഗത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ഇവർക്ക് മികച്ചത്. അപ്പോൾ അതൊക്കെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവർക്ക് ഇന്ന കാര്യത്തിലേക്ക് പോയാൽ ഇവർ വിജയിക്കും എന്നുള്ളത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഫുഡിന്റെ ബിസിനസ് ആണ് ചെയ്യുന്നത്, ഓക്കെ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ബാർ തുടങ്ങുകയാണ്, അപ്പോ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം. ഇതുപോലെ ശനിയുടെ ഒക്കെ ശക്തമായിട്ടുള്ള എനർജി ആണെങ്കിൽ, അല്ലെങ്കിൽ രാഹുവിന്റെ ഒക്കെ ശക്തമായിട്ടുള്ള എനർജി ആണെങ്കിൽ ബാർ തുടങ്ങി കഴിഞ്ഞാൽ മിക്കവാറും ഇയാളുടെ അടപ്പ് തെറിക്കാനുള്ള സാധ്യതയാണ്. അത്രക്കും ഡേഞ്ചർ ആണ്. അപ്പോ നോക്ക്, അതുപോലെ ചില ആൾക്കാർ എന്നോട് ചോദിക്കും, ഞാൻ ഇനി ട്രേഡിങ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഫുൾ ആയിട്ട് ട്രേഡിങ്. അപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പോയി ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആകർഷിച്ച് ആദ്യമൊക്കെ വരുമായിരിക്കും, പിന്നീടുള്ളതൊക്കെ പോക്കായിരിക്കും. അപ്പോ ഓരോരാൾക്ക് പറഞ്ഞ പണിയുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരാളുടെ എനർജിക്ക് അനുസരിച്ച് അവർക്ക് പറഞ്ഞ പണിയുണ്ട്. അതിലാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് വേഗതയിൽ മുന്നോട്ട് പോവാം. പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പറ്റില്ല. ചിലപ്പോൾ അവർക്ക് കുറച്ചും കൂടി എന്താ പറയാ, നമ്മൾ പായക്കപ്പൽ കടലിലൂടെ പോകുന്ന പോലെ ഓപ്പോസിറ്റ് കാറ്റടിച്ചു കഴിഞ്ഞാലും പായ തിരിച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണല്ലോ അത് പോവുക. ആ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ആക്കിയിട്ടൊക്കെ പോവാം. ശരിക്കുള്ളതാണെങ്കിൽ കാറ്റിങ്ങനെ നമ്മളെ പിറകെ തന്നെ അടിച്ചത് നമുക്ക് പൂവായിട്ട് പോകാൻ വേണ്ടി പറ്റും. അതാണ് അതിന്റെ ഉത്തരം. അപ്പോ അവർക്ക് യോജിക്കുന്ന ഫീൽഡിലാണോ ഇറങ്ങുന്നത്, അതാണ് പിന്നെ എത്രാമത് ചെക്ക് ചെയ്യുന്നത്, രണ്ടാമത് ചെക്ക് ചെയ്യുന്നത്. മൂന്നാമത് ചെക്ക് ചെയ്യുന്ന കാര്യം, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പേരാണോ ഈ ബിസിനസ് സ്ഥാപനത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതും നോക്കും. പിന്നെ അതുകൂടാതെ അവരുടെ പാർട്ട്നേഴ്സ് ആരാണ്, അവരെ കൂട്ടുന്നതോടുകൂടി ഇവർ തല്ലുപിടി അടിപിടി കോലാഹലം ഇതിലേക്ക് പോവോ, അത് നോക്കണം. അപ്പൊ അങ്ങനെ ഇവരുടെ പാർട്ട്ണർ എങ്ങനെയാണ്, ഇവരുടെ പേരെങ്ങനെയാണ്, ഇവർക്ക് യോജിക്കുന്ന ഫീൽഡാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമുക്കൊരു മികച്ച ഒരു ബിസിനസ് തുടങ്ങുന്നത്. അതുപോലെ ബിസിനസ്സിലേക്ക് ആളെ എടുക്കുന്നത്, ഇപ്പൊ റിസപ്ഷനിലേക്ക് എടുക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഒരു 5ന്റെ എനർജി ഇല്ല ആൾക്കാരെയൊക്കെയാണ് റിസപ്ഷനിലേക്ക് എടുക്കുക. അവർ സംസാരിച്ചിട്ട് ആൾക്കാരെ അങ്ങോട്ട് എത്തിക്കും. അതേസമയം അതിൽ എഞ്ചിനീയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ബിൽഡേഴ്സ് ഒക്കെയാണ്. അപ്പോൾ അതിന്റെ എനർജി ഉള്ളതാണ് എഞ്ചിനീയർ ആയിട്ട് കിട്ടുന്നതെങ്കിൽ അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. അതുപോലെ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് ഇറക്കുന്നത് ആരെയാണ്, ഏത് എനർജിയാണ്, അതൊക്കെ ന്യൂമറോളജിക്കലി ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതെല്ലാവരും ന്യൂമറോളജി പഠിച്ചിട്ട് ഇറങ്ങാനും പറ്റില്ല. അപ്പൊ അങ്ങനെ എന്നോട് ചോദിച്ചിട്ടൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്ന ഇവിടുത്തെ വലിയ ബിസിനസ്സുകാർ പോലും ഉണ്ട്. അവരൊക്കെ എന്ത് പറയുന്ന മാനേജറൊക്കെ നോക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എല്ലാ ജോലിക്കാരെയും നോക്കാൻ പറ്റില്ല. അവർക്ക് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവോ എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് ആ ബിസിനസ്സിനെ നമുക്ക് ഈ ന്യൂമറോളജി പ്രകാരം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് അതിനെ എൻഹാൻസ് ചെയ്യാം. ഇപ്പോ ഈ ഒരു വിഷയം സംസാരിച്ചപ്പോ സാറ് പേരുകൾ പറഞ്ഞായിരുന്നു, ഇപ്പം ജോലിക്ക് എടുക്കുന്ന ആളുകളുടെ അങ്ങനെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോ വേറെ ഇപ്പൊ ജ്യോതിഷത്തിലാണെങ്കിൽ അവർ നോക്കുന്ന വേറൊരു കാര്യമാണ്, ഇപ്പൊ ഒരു സ്ഥാപനം തുടങ്ങുവാണെങ്കിൽ ആ സ്ഥലം. ഇപ്പൊ ചിലർ പറയും വീടിന്റെ ദോഷമാണെന്ന്. അപ്പൊ ന്യൂമറോളജി പ്രകാരം അങ്ങനെ വീട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം അതിന്റെ സ്ഥാനത്തിനും അതിരിക്കുന്ന സ്ഥലത്തിനും അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഒരു വാസ്തു ഫെങ്ഷൂയി ചെയ്യുന്ന ആള് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരോ സ്ഥലത്തും വീട് ആ സ്ഥാപനം ഇരിക്കുന്നത് പ്രാധാന്യമുണ്ട്. അതായത് വീടിന്റെ മുന്നിലേക്ക് ചെന്ന് അവസാനിക്കുന്ന ഒരു റോഡാണെങ്കിൽ എന്താണ് ഫലം, വീടിന്റെ മുന്നിൽ തന്നെ മറ്റൊരു ബിൽഡിങ്ങിന്റെ കോൺ ഇങ്ങനെ നിൽക്കുന്നു ഇതിലേക്ക്, അതിന്റെ ഫലം എന്താണ്. അതുപോലെ അതിന് മുന്നിൽ വൃക്ഷങ്ങളുണ്ടോ, ഇതിന്റെ പുറകിൽ ഇതിനെക്കാളും വലിയ ബിൽഡിംഗ് ആണോ ചെറിയ ബിൽഡിംഗ് ആണോ, സൈഡിലത്തെ ബിൽഡിങ്ങിന്റെ വലിപ്പം. അങ്ങനെ ഈ വാസ്തുപ്രകാരം കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് നല്ല സ്ഥലത്താണ്. അതുപോലെ ഈ മുറ്റം എന്ന് പറയുന്നത്, അതായത് ബിൽഡിങ്ങിന്റെ മുന്നിലത്തെ സ്പേസ് എത്ര ഉണ്ട് എന്നുള്ളത്, അവരെവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതും ഒക്കെ പ്രാധാന്യമുള്ളത് തന്നെയാണ്.
അപ്പൊ അത് വേണമെങ്കിൽ അവർക്ക് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറെ കൂടി എളുപ്പമാകും. അത്ര തന്നെയാണ് പറയുന്നത്. സാറിനെ കൺസൾട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റും. തീർച്ചയായിട്ടും വാസ്തുപരമായിട്ടുള്ളതും. ഇപ്പൊ ഈ വാസ്തു നമുക്കിപ്പോ ബിൽഡിംഗ് എടുത്തിട്ട് തിരിച്ചൊന്നും വെക്കാൻ പറ്റില്ല അല്ലെ. എല്ലാവരും എന്താ പറയാ ഈ ഡോറും. അപ്പൊ ഇതിന് ചെറിയ ചെറിയ പരിഹാരങ്ങള് ഒരു സ്ഥലത്ത് വിൻഡ് ചെയിൻ എവിടെയാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ലാഫിംഗ് ബുദ്ധ എവിടെയാണ് വെക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും പറ്റും. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ആ സ്ഥലത്തേക്ക് കൂടുതൽ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ ചെറിയ ഒരു വാട്ടർ ഫൗണ്ടെയിൻ എവിടെ വെക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഓരോരോ കാര്യങ്ങൾ, അതൊരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തത് എവിടെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നമുക്കതിനെ ഒരു മികച്ചതാക്കി കൊണ്ടുവരാം. ചില സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാവും എന്ന് വെച്ചിട്ട്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ ബിൽഡിങ്ങിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഓരോ വർഷവും ഓരോ സ്ഥലത്തിന്റെയും എനർജി മാറുന്നുണ്ട്. അതുകൂടാതെ ഓരോ വർഷങ്ങള് ഒരു പുതിയ ഒരു സ്ഥാപനം തുടങ്ങുന്ന വർഷം, ആ ബിൽഡിംഗ് പണിത വർഷം ഏതാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് അതിന്റെ ഉദ്ഘാടനം ചെയ്ത ദിവസം അത് തന്നെയാണ് നോക്കേണ്ടത്, ആ ബിൽഡിങ്ങിന്റെ. അപ്പോ ആ ബിൽഡിംഗ് ഉണ്ടാക്കിയതും ചില പഴയ ബിൽഡിംഗ് ഉണ്ടാവും, എന്നാലും അതിന്റെ വർഷം കിട്ടണം. ഇതിന്റെ ഓരോ എനർജി മാറുന്നുണ്ട്, ഓരോരോ വർഷവും മാറും. ചില വർഷങ്ങളിൽ നമ്മൾ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത വർഷം സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവണം എന്നുള്ള ഒരു നിർബന്ധമില്ല, ബ്ലോക്ക് ആവും. കാരണം അവിടെ ഈ ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയും, ഓരോ വർഷവും ഫ്ലൈയിങ് സ്റ്റാർ മാറിക്കൊണ്ടിരിക്കും, ഓരോരോ ഡിഗ്രിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഇരുത്തം, എവിടത്തേക്ക് നോക്കിയിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അത് മികവാക്കിയിട്ട് വരിക. ഇപ്പം എൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഇരുന്ന സ്ഥലത്തായിരുന്നില്ല അല്ല ഇപ്പോൾ ഇരിക്കുന്നത്, അതിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിപ്പോ എല്ലാവരോടും പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ വേണ്ടി പറ്റാത്തത് സ്ഥിതിക്ക് പിന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ആ ബിൽഡിങ്ങിന്റെ ഓരോ ചുമരിനും അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കർട്ടന്റെയും കളർ, അതൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അവിടെയുള്ള എനർജീനെ. അപ്പോൾ അതൊക്കെ ഈ ഫെങ്ഷൂയി വാസ്തു പ്രകാരമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഈ ലൊക്കേഷനിലേക്ക് അധികം പോവാത്ത, ലൊക്കേഷനിലേക്ക് പോയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ബുദ്ധിമുട്ടായത് കൊണ്ട് പൊതുവെ പോക്ക് കുറവാണ്. പിന്നെ ഇതൊക്കെ നോക്കിയിട്ട് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാനുള്ളത് പറഞ്ഞു കൊടുക്കും. പക്ഷെ അന്നേരം അത് നമുക്ക് ഇത്ര ഡിഗ്രിയിലാണെന്ന് പറഞ്ഞു. അപ്പം കിഴക്കോട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു. കിഴക്കോട്ടുള്ള ബിൽഡിംഗ് എന്ന് മാത്രമല്ല, കിഴക്കോട്ട് എത്ര ഡിഗ്രിയാണ് നിൽക്കുന്നത് അത് പ്രാധാന്യമുണ്ട്. അതുപോലെ തെക്കോട്ട് നിൽക്കുന്നത് എല്ലാം എത്ര ഡിഗ്രിയിലാണെന്ന് കൃത്യം അറിയണം. എന്നിട്ട് ആ ബിൽഡിങ്ങിൽ പോയിട്ട് അതിന്റെ സെൻട്രൽ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിച്ച് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു അല്ലെ, നമുക്ക് സംസാരിച്ചുകൊണ്ട് കാര്യങ്ങളെ അങ്ങനെ പറയാനും പറ്റില്ല. അപ്പൊ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയുണ്ട് അതിന്റെ കാര്യം. ഇപ്പൊ സാറ് നോക്കുന്ന ഈ വാസ്തുപ്രകാരം ഇപ്പൊ കർട്ടന്റെ കളർ പറഞ്ഞു, അതുപോലെ തന്നെ കുറെ സാധനങ്ങൾ ഇങ്ങനെ വെക്കേണ്ടതില്ലേ? അത് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ, ഇപ്പം ബ്രേസ്ലെറ്റ് നമ്മളൊരു സ്റ്റൈലിന് ഇടുന്നതെന്ന് ധരിക്കുന്നവരുണ്ട്. പക്ഷെ ഉദ്ദേശം അല്ലെ നമുക്ക് സാമ്പത്തികപരമായി, അതുപോലെ തന്നെയാണ് ഈ വാസ്തുവും. ഈ ലാഫിംഗ് ബുദ്ധ വെച്ചു, അതൊരു അലങ്കാരത്തിന് വെച്ചു എന്നേ അറിയാത്തവർ കരുതുള്ളൂ. ഒരു ഫൗണ്ടെയിൻ വെച്ചിരിക്കുന്നത്, അതറിയാത്തവരെന്താ കരുതുക, അതൊരു ഭംഗിക്ക് വെച്ചതായിരിക്കും. ഒരു വിൻഡ് ചെയിൻ തൂക്കി, ആൾക്കാരെന്താ കരുതുന്നത്, ഇത് ഒരു സൗണ്ടിന് പാറ്റടിക്കണം. പക്ഷെ ഓരോന്നിനും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ മിറർ വെക്കുന്ന കാര്യമുണ്ട്. ഇതില് ചില മിറേഴ്സ് അത് വാസ്തുപ്രകാരമുള്ളതാണ്. അപ്പൊ അതൊക്കെ വിശദമായിട്ട് പറയാൻ നമുക്ക് അവർ നോക്കിയിട്ടേ ഞാൻ പറയുള്ളൂ. അപ്പോ ഇന്ന സ്ഥലത്ത് മിറർ വെച്ച് കഴിഞ്ഞാൽ കൃത്യമല്ലാതാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് പ്രശ്നമുണ്ടാവും. അതിന് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ ഇത് ഞാൻ കണ്ടുപിടിച്ച് പറയുന്നല്ല കേട്ടോ, ഇത് എത്രയോ വർഷങ്ങളായിട്ടുള്ള ഫെങ്ഷൂയി വാസ്തു പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മിറർ വെക്കുന്നത് എങ്ങനെയാണ്, എവിടെയാണ് ബുദ്ധ വെക്കേണ്ടത്, പലതരം ബുദ്ധയുണ്ട്, ലാഫിംഗ് ബുദ്ധ മാത്രമല്ല. ഞാൻ ലാഫിംഗ് ബുദ്ധ ശ്രദ്ധിച്ചായിരുന്നു. ഈ ബുദ്ധനെ വെക്കുന്നതിനെ കുറിച്ച് ഒരു ചേച്ചി ഇടവ് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മള് ഇപ്പൊ വീട് വെച്ചു, അവിടെ ബുദ്ധനെ വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല, എത്രയോ ആൾക്കാർ. ഇപ്പം ആ ചേച്ചി പറയുന്ന, ആ ചേച്ചി ഓഫീസിൽ വെച്ചു, ഓഫീസിൽ നിന്ന് പോരേണ്ടി വന്നു, വീട് വെച്ചിട്ടുണ്ട്, അവിടെ അത് കൃത്യമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം ഇല്ല വെച്ചത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ അനുഭവം വെക്കുകയാണെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ബുദ്ധ ഇരിക്കുന്നുണ്ട്. ബുദ്ധ ഒരു പക്ഷേ നമ്മളെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു എന്താ പറയാ, പല അവസരങ്ങളിൽ ഒരു ഗുരുസ്ഥാനം പോലെ ഇരിക്കും ബുദ്ധന്റെ എനർജി. അപ്പോ അതുകൊണ്ട് നമുക്ക് ഇതുവരെ, പിന്നെ
അവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ആളുകളുടെ മൈൻഡ് ഒന്ന് ഈ പറഞ്ഞ പോലെ കമാൻഡ് ക്വയറ്റ് ആയിട്ട് ഒരു ശാന്തത അവിടെ മൊത്തം ഉണ്ടാകും. അത് ഓരോരോ കാര്യമുണ്ട്, ഓരോരോ ഭാവങ്ങളും വ്യത്യസ്തമാണ്. പിന്നെ അതുപോലെ ഞാൻ ഈ വീഡിയോ കാണുന്നത് വർഷങ്ങൾ എത്തിയിട്ടാണ്. ഞാനിപ്പോ ഇതൊക്കെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബുദ്ധനെ വാങ്ങിച്ചത്. ഇത് വാങ്ങിക്കൊണ്ടുവന്ന അന്നാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. തീർച്ചയായും വീട്ടിൽ നിൽക്കാൻ പറ്റില്ലേ? അപ്പൊ ഇങ്ങനെ വെക്കുന്നതിനെ കുറിച്ചും കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. അതെ അതെ, അതെന്തോ? അപ്പോ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു മനസ്സമാധാനം കിട്ടും അല്ലെ. അപ്പൊ അതാണ് അതില് കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ അത് അറിയുന്നവരോട് ചോദിച്ചിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഈ ബുദ്ധൻ എവിടെ വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നാണ് ഇതുവരെ ഞാൻ പഠിച്ചത്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ മറ്റുള്ളവർ പറയുന്ന പോലെ അങ്ങോട്ട് മസിൽ പിടിച്ച് പറയുന്നൊന്നുമില്ല. ഞാൻ ഇന്നേ വരെ പഠിച്ച 5-8 വർഷമായി ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പഠിച്ചത് പ്രകാരം ബുദ്ധൻ എവിടെ വെച്ച് കഴിഞ്ഞാലും നല്ലതാണ്, അവിടെ കൂടുതൽ ശാന്തി സമാധാനം കിട്ടുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ ചില റൂമിന്റെ തന്നെ പല പല ഏരിയാസിന് പല പല എനർജീസ് ആയിരിക്കും. ചില സ്ഥലത്ത് ആക്റ്റീവായിട്ട് നിൽക്കേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സെൻട്രൽ ഹാള്, ഒരു വീടിന്റെ മെയിൻ ലിവിങ് ഏരിയ എന്നുള്ള സ്ഥലം, അവിടെ ആക്റ്റീവ് എനർജിയാണ് വേണ്ടത്. അവിടെ ശാന്തതയാണെങ്കിൽ വാസ്തുപ്രകാരം മോശമായിട്ടുള്ള എനർജിയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ സൗണ്ട് ആക്കി കഴിഞ്ഞാൽ പ്രശ്നമാവും. ശാന്തമായിട്ടുള്ളതാണെങ്കിൽ സൗണ്ട് വരരുത്. ഇപ്പൊ നമുക്ക് ഒരു കിടന്നുറങ്ങുന്നതിന് റൂമിന് കുറച്ച് ശാന്തതയാണ് നല്ലത്. അവിടെ സമയം അവിടെ ഭയങ്കര ആക്ടിവിറ്റി ഉള്ളതാണെങ്കിൽ കലഹങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ കിച്ചണിലത്തെ എനർജി, അവിടെ എന്താണ് എനർജി, ഓരോന്നും നോക്കണം. അപ്പൊ റീഡിങ് റൂമിലുള്ള എനർജി, അങ്ങനെ എല്ലാറ്റിനും എനർജി ഉണ്ട്. എല്ലാ എനർജിയും നല്ലതാണ്. അതില് പിന്നെ രണ്ട് ശാന്തമായിട്ടുള്ളതും വേണം, അതേപോലെ ആക്റ്റീവ് ആയിട്ടുള്ളതും വേണം. പക്ഷെ അത് കൃത്യമായിട്ടുള്ള സ്ഥലത്താണോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അത് കൃത്യമായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നല്ല എനർജിയായി. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കിടന്നുറങ്ങേണ്ട ഭയങ്കര ശക്തമായിട്ടുള്ള ആക്ടിവിറ്റി വേണ്ട സ്ഥലമായിട്ട് വരികയാണെങ്കിൽ പ്രശ്നമായല്ലോ. അതാണ്. ഇപ്പൊ ഒരു സാധാരണ വീട്, ഇപ്പം ഈ ന്യൂമറോളജി ഒന്നും നോക്കാതെ തന്നെ ഒരു ചെറിയൊരു ടിപ്പ് അപ്പൊ ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. എന്താണ് ഒരു നോർമലി ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു ശാന്തി സമാധാനം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്നും നോക്കാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ? ഒരു കിഴക്ക് വടക്ക് കോണില് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കുന്നത് വലുതല്ല, വലുത് പ്രശ്നമാണ്. ചെറിയതായിട്ടുള്ള ഒരു വാട്ടർ ഫൗണ്ടൻ അവിടെ കീപ്പ് ചെയ്യുന്നത് കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കും. അത് ചെറിയ കാര്യമാണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവും. പിന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ്, കയറി വരുന്ന സ്ഥലത്ത് ഒരു ബ്ലോക്കോ അലങ്കോലോ ആക്കരുത്. അതുപോലെ അതേ എൻട്രൻസിൽ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഓപ്പോസിറ്റ് ഒരു ഡോറ് വെക്കരുത്. ഇപ്പൊ ഒരാൾ കയറി വരികയാണ് നമ്മളെ വീട്ടിന്റെ അകത്തേക്ക്, നേരെ ത്രൂ വേറെ ഒരു ഡോർ ഉണ്ടാവരുത്. അവിടെ സ്റ്റെയർ ഉണ്ടാവരുത് മുകളിലേക്ക്. ചിങ് എനർജി എന്ന് പറയും. നമ്മളൊക്കെ വരുന്ന നല്ല എനർജി ഉണ്ടല്ലോ, സ്റ്റെയർ കഴി മുകളിലേക്ക് പോകുന്നതാണ് പറയുന്നത്. അതുപോലെ അത് ഓപ്പൺ ആയി പുറത്തേക്ക് പോകുന്ന അവിടെ ബ്ലോക്കാണ്. കയറി വരുന്നത് ബ്ലോക്ക് ആയിരിക്കണം. അതേപോലെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ശക്തമായിട്ടുള്ള വലിയൊരു റോഡാണെന്ന് കരുതുക, എനർജിയിൽ വളരെ ശക്തി അവിടെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ശക്തി അനുഭവപ്പെടുമെന്നല്ല കേട്ടാ ചെയ്യാ. അപ്പോ അത്രയും വലിയ ശക്തിയിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ മുന്നിൽ ഈ പണ്ടത്തെ വീട്ടിലൊക്കെ വലിയ കൊട്ടാരങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, വലിയ വഴി ഉണ്ടെങ്കിൽ അവിടെ നടുക്കൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടാവും, ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ. വലിയ സെറ്റിംഗ് ആണ്. അതായത് വലിയ വലിയ വീടുകളിൽ ഇങ്ങനെ കയറി വരുമ്പോൾ അതിനിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ഇപ്പുറത്തേക്ക്. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇത് വെറുതെ സ്റ്റൈലിന് വെച്ചിരിക്കുന്നത്, ഭംഗി ആക്കുന്നത്, അത് ഭംഗി ആക്കി വെക്കുന്നു. പക്ഷെ അതിനൊക്കെ ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. അവിടത്തേക്ക് വരുന്ന എനർജീനെ എങ്ങനെ ശരിയാക്കുന്നു, അങ്ങനെ. അപ്പോ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ഇപ്പൊ 2-3 കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഉപയോഗിക്കുക. അതല്ലാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മോശമാണ്. നിങ്ങൾ വീടിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലേ അതിന്റെ എത്ര ഡിഗ്രി തിരിഞ്ഞാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും നോക്കാതെ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ഇതുപോലെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പലതും ഇപ്പൊ ഓൺലൈൻ ഈ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൂടിയതോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സും മാർക്കറ്റിലും ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നേർ വിപരീത ഫലം ഉണ്ടാവും. തീർച്ചയായിട്ടും.
അതായത് നമ്മൾ ഓരോ ഐറ്റം നമ്മൾ വെക്കുമ്പോഴും അത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ ഞാൻ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ വീണ്ടും ശാന്തമായിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് നെഗറ്റീവ് കൂടുതൽ എനർജീനെ കുറക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ബാലൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പോ ഇങ്ങനെ ഈ വെക്കുന്ന ഓരോരോ സാധനവും ശ്രദ്ധിക്കണം. അപ്പോൾ വീണ്ടും എനർജീനെ കുറക്കുന്നതാക്കരുത്. അവിടെ കൂടുതലാണ് വേണ്ടതെങ്കിൽ കൂടുതലാക്കണം. അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്നത്? റീഡിംഗ് റൂമാണോ, അല്ല അവിടെ ബെഡ്റൂം ആണോ, അല്ലെങ്കിൽ സെൻട്രൽ ഹാളാണോ, കിച്ചൺ ആണോ, ഡൈനിങ് ആണോ, അവിടെ സ്റ്റെയർ കേസ് അല്ലെ, സ്റ്റെയർ ഉള്ള ഏരിയ ആണോ, അതുപോലെ അങ്ങനെ ഓരോ കാര്യത്തിനും. ഒരു ഓഫീസ് റൂം ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വെക്കണം. അവിടെ എന്താണ് എനർജി, അവിടെ ആക്റ്റീവ് ആണോ വേണ്ടത്, അല്ല സൈലന്റ് ആണോ വേണ്ടത് എന്നൊക്കെ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോ ഈ ഓൺലൈനിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് ഇതുപോലെ വാങ്ങി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നേർവിപരീത ഫലം കിട്ടും. ഇപ്പം ഭയങ്കര കുറേ സാധനങ്ങൾ അവൈലബിൾ ആണ്. അതാണ് ഞാനിപ്പം പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സൈലന്റ് ഏരിയയിലാണെങ്കിൽ വീണ്ടും സൈലന്റിനെ അട്രാക്ട് ചെയ്യുന്ന സാധനം വെക്കരുത്. അങ്ങനെ ഓക്കെ. അപ്പോ അതുപോലെ തന്നെ ഒരു ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് വീണ്ടും അവിടുത്തെ എനർജീനെ എൻഹാൻസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോ കുതിര ചാടുന്നത്, പിന്നെ വൈറ്റ് ടൈഗർ, അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങള് ഇതില്. കുതിര ഭയങ്കര അതെ അതെ. അപ്പൊ ഇങ്ങനെ ഓരോരോ എനർജിക്കും ഉണ്ട് ഓരോരോ സിമ്പിൾ വെക്കുന്നതിനും. അപ്പൊ അവിടെ വെക്കേണ്ട സിമ്പിൾ ആണോ അവിടെ വെക്കുന്നത്, അല്ലെങ്കിൽ അവിടെ കൂടുതൽ അഗ്രസീവ് ആക്കിയിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അവിടെ കുറയ്ക്കുകയാണ് വേണ്ടത്. നമുക്ക് വീടിപ്പം പൊളിച്ചു മാറ്റാൻ പറ്റില്ല. അപ്പൊ ആ വീടിന് അവിടെ വേണ്ട പരിഹാരമാണ് ചെയ്യേണ്ടത്. അവിടെ എന്താണ് എനർജി എന്ന് മനസ്സിലാവും. അപ്പൊ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വെക്കാം, അല്ലെ? നിങ്ങൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇതിനെ കുറിച്ചിട്ട്. പഠിച്ചവർക്ക് തീർച്ചയായിട്ടും വെക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ പഠിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ പ്രശ്നങ്ങളെ കൂട്ടുന്നതായിരിക്കും ചിലപ്പോൾ. ഇരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നില്ലേ, അതുപോലെ. അപ്പൊ അവിടെ ഇപ്പം അവിടെ ഒരു സ്ഥലത്ത് മെറ്റലിന്റെ എനർജി കൂടുതലാണെന്ന് കരുതുക ഒരു ഏരിയയിൽ. അപ്പൊ മെറ്റലിനെ കട്ട് ചെയ്യുന്ന എനർജി ഉണ്ട് അവിടെ ആവശ്യമുണ്ടോ. അതുപോലെ ചില വുഡൺ ആയിട്ടുള്ള എനർജി കൂടും. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ വുഡൺ എനർജീനെ എന്താണ് കട്ട് ചെയ്യുക? വാട്ടറിന്റെ എനർജി ഉണ്ട് ചില ഏരിയയിൽ. ഉദാഹരണത്തിന് വടക്ക് ഭാഗം. അപ്പൊ അവിടെ എന്താണ് വെക്കേണ്ടത്? വാട്ടർ ചിലത് നല്ലതാണ് ചിലവർക്ക്, ചിലത് അഗ്നിയുടെ ഏരിയ ഉണ്ട്, തീന്റെ ഏരിയ. അപ്പോ അവിടെ എന്താണ്, തീനെ കെടുത്തേണ്ടതാണോ അല്ല തീനെ ആളി കത്തിക്കുകയാണോ വേണ്ടത്? അപ്പൊ അതൊക്കെ ഓരോ സിമ്പിൾ വെച്ചിട്ടാണ് ഇതിന് പരിഹാരങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് അനുസരിച്ചിട്ടാണ് ഈ ഓൺലൈനിൽ വാങ്ങി വെക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടെന്ന് പറയുന്നില്ല. പിന്നെ നല്ല സാധനങ്ങൾ വെക്കുക, അതൊക്കെയാണ് പറഞ്ഞത്. ചിലത് വെറുതെ മാർക്കറ്റിൽ ഇപ്പൊ എല്ലാം എന്തെല്ലോ സ്ഥലത്തുള്ള സാധനങ്ങളും വരുന്നുണ്ട്. കൃത്യമായിട്ട് വെക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.